നമസ്കാരം. അമ്മേ ശരണം. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. വള്ളുവനാടിൻ്റെ ആശാഗോപുരമായി നിലനിൽക്കുന്ന ക്ഷേത്രം. ലോകമാതാവായ തിരുമാന്താംകുന്നിലമ്മ വാഴുന്ന പുണ്യസങ്കേതം. ക്ഷേത്രത്തിൽ മാതൃശാലയിൽ സപ്തമാതൃക്കോടൊപ്പമാണ് ഈ ദേവീ പ്രതിഷ്ഠ. ദാരു വിഗ്രഹമാണിത്, അതായത് മരം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദാരുനിർമ്മിതമായ ഭദ്രകാളി വിഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇവിടുത്തെ വിഗ്രഹം. ഈ വിഗ്രഹത്തിന് ശക്തി പകരാൻ നൽകുന്ന വഴിപാടാണ് ചാന്താട്ട്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് കൂടിയാണിത്. വർഷത്തിൽ മിഥുനം കർക്കിടകം മാസത്തിലാണ് ചാന്താട്ടം വഴിപാട് നടത്തുന്നത്. തേക്കിൻ കറയാണ് ചാന്ത്. തേക്കിൻ കറ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്താണ് ചാന്ത് നിർമ്മിക്കുന്നത്. അതായത് തേക്കിൻ കറയല്ലാതെ മറ്റൊരു കൂട്ടും ഇതിലില്ല. വർഷങ്ങളായി പാലക്കാട് നെന്മാറയിലുള്ള ഒരു കുടുംബമാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ചാന്ത് എത്തിക്കുന്നത്. ചാന്താട്ട ദിവസം രാവിലെ 12 അടി പൂജ കഴിഞ്ഞ് സുമാർ 10 മണിയോടുകൂടി ചാന്ത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അമ്പലത്തിനുള്ളിൽ വെച്ച് മണ്ഡപത്തിൽ വെച്ച് ചാന്ത് പൂജ ചെയ്ത് കലശമാക്കി അത് ആ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു. ആ മാതൃസ്വരൂപത്തിൽ ചാന്ത് അഭിഷേകം ചെയ്യുന്നത് കാണാൻ വളരെയധികം ഭക്തജന തിരക്കായിരിക്കും അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ. ചാന്ത് ആടിയ ശേഷം ഉച്ചപൂജ. ഇതോടെ ചാന്താട്ടത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നു. അതിനുശേഷം ഈ ആടിയ ചാന്ത് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഈ ചാന്ത് വീടുകളിൽ സൂക്ഷിക്കുന്നത് രോഗശമനത്തിനും സകല ഐശ്വര്യങ്ങൾക്കും നല്ലതെന്ന് പറയപ്പെടുന്നു. ചില ഭവനങ്ങളിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾക്ക് അഷ്ടമംഗല്യ തട്ട് ഒരുക്കുമ്പോൾ ഈ ചാന്ത് ഉപയോഗിക്കാറുണ്ട്. വർഷത്തിൽ 2 ചാന്താട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചാന്താട്ടം വഴിപാട് ബുക്ക് ചെയ്താൽ ലഭിക്കുന്നത് 2093-94ലേക്കാണ്, അതായത് 70 കൊല്ലങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്കൊന്നും ചാന്താട്ടം ആ സമയത്ത് കാണാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. എന്നിട്ടും ഇപ്പോഴും ചാന്താട്ടത്തിൻ്റെ ബുക്കിങ്ങും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ചാന്താട്ടം ബുക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം ലഭിക്കുന്നു എന്നതായിരിക്കാം അതിൻ്റെ പിന്നിലെ കാരണം. എല്ലാം ആ ലോകമാതാവിൻ്റെ ലീലാവിലാസങ്ങൾ. അമ്മേ ശരണം.